മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ കൊൽക്കത്തയിൽ പ്രതിഷേധമുണ്ടായി. കാളിഘട്ട് ക്ഷേത്ര ദർശനം നടത്താൻ എത്തിയപ്പോഴായിരുന്നു പ്രതിഷേധം. വിനീത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനീത, വെരി ഗുഡ് മോർണിംഗ്. ഈ ആളുകള് പ്രതിഷേധക്കാർ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറയുന്നുണ്ടായിരുന്നല്ലോ, വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് ഹഷ്മി. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപായി പശ്ചിമ ബംഗാളിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനും പ്രത്യേക യോഗം ചേരുന്നതിനുമൊക്കെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പശ്ചിമ ബംഗാളിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനിടയിൽ ഇന്ന് രാവിലെയോട് കൂടിയാണ് അദ്ദേഹത്തിന് നേരെ പ്രതിഷേധമുണ്ടായത്. അത് കാളിഘട്ട് ക്ഷേത്ര ദർശനം നടത്താൻ എത്തിയപ്പോഴായിരുന്നു പ്രതിഷേധക്കാർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അവർ കയ്യിൽ പ്ലക്കാർഡുകളും ഒപ്പം തന്നെ കറുത്ത കൊടിയും ഒക്കെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഗോ ബാക്ക് മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളും ഒക്കെ ആയിട്ടാണ് പ്രതിഷേധക്കാർ എത്തിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് പോലീസ് പ്രതിഷേധക്കാരെ ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് മറുവശത്തേക്ക് തടയുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് പ്രത്യേകമായി 2 യോഗങ്ങളാണ് ചേരുന്നത്. ഇന്നും നാളെയുമായി 2 യോഗങ്ങൾ ചേരും. ഈ ജനാധിപത്യത്തിൽ എല്ലാവർക്കും പ്രതിഷേധിക്കാൻ അവകാശമുണ്ടെന്ന് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക നിരീക്ഷകൻ സുപ്രതാ ഗുപ്തയും ഈ പ്രതിഷേധത്തിന് ശേഷം അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും സമാധാനപരമായിട്ടുള്ള രീതിയിലായിരിക്കും നടക്കുക. ഇന്നും നാളെയുമായി പ്രത്യേക യോഗം ചേരും. വോട്ടെടുപ്പിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ഈ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിലേക്കുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനും ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനും ഒക്കെയായി എത്തുന്നതിനിടയിലാണ് അദ്ദേഹം ഇന്ന് ഈ കാളിഘട്ട് ക്ഷേത്രം സന്ദർശിക്കാനായി ഇന്ന് രാവിലെയോടുകൂടി എത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിനിടയിലാണ് പ്രതിഷേധവും നടന്നത്. ഹഷ്മി, ഓക്കെ. അപ്പോൾ ബംഗാളിലെല്ലാം തന്നെ SARലൊക്കെ വലിയ പ്രതിഷേധമുള്ള സ്ഥലമാണ്. അപ്പോൾ അതിനോട് ചേർത്ത് വായിക്കണം. കഴിഞ്ഞ ദിവസം ജ്ഞാനേഷ് കുമാർ ഇവിടെ വന്നിട്ട് പോയതായിരുന്നു. ഇവിടെ വന്നിട്ട് ഈ പറയുന്ന കൈയൊക്കെ വീശി കാണിക്കുമ്പോഴത്തേക്ക്, ഈ ഇറങ്ങി വരുമ്പോഴത്തേക്ക് കൈ വീശി കാണിക്കുമ്പോഴത്തേക്ക് ഇത് ഉദ്യോഗസ്ഥനല്ലേ, രാഷ്ട്രീയക്കാരൊന്നും അല്ലോ എന്നൊക്കെയുള്ള ചില പ്രതികരണങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പോൾ അവിടെ കൈവീശി കാണിക്കാൻ പോയപ്പോഴേക്കും അവിടെ പ്രതിഷേധമാണ് ബംഗാളിൽ ഉണ്ടായത്. അപ്പോൾ അത് സ്വാഭാവികമാണ്. അവിടെ നേരത്തെ ഓൾറെഡി അവർ ആ വിഷയത്തിൽ പ്രതിഷേധത്തിലാണ്. അതുകൊണ്ടായിരിക്കും അല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.